ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വെർച്വൽ സർക്യൂട്ട് അപ്രോച്ചിനെ പറ്റിയാണ്. അതിൻ്റെ രണ്ട് ടൈപ്സ്, സ്വിച്ച്ഡ് വെർച്വൽ സർക്യൂട്ടും പെർമനന്റ് വെർച്വൽ സർക്യൂട്ട്സ്. സോ ഫസ്റ്റ് നമുക്ക് അതിനറിയണമെങ്കിൽ ആദ്യം പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്താണെന്ന് അറിയണം. പാക്കറ്റ് സ്വിച്ച്ഡ് സർവീസ് transfers the data from source to destination. Data is transferred on a type of network in which small units of data called packets are transferred. Each packet contains a destination address within it where it has to be received. So packet switched network എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷന് ചെറിയ യൂണിറ്റ്സിലേക്കാണ്. ആ ഓരോ യൂണിറ്റ്സിനെയാണ് പാക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓരോ പാക്കറ്റ്സിനും അതിൻ്റെതായ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉണ്ട്, എവിടെയാണ് റിസീവ് ചെയ്യാനുള്ളത് എന്ന്. This type of communication between receiver and sender is connectionless. ഇതൊരു connectionless network ആണ്. The internet is also a connectionless net. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു നമ്മളെ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് എന്ന് പറയാം. പിന്നെ വോയിസ് കോൾ ഓവർ ദി ഇന്റർനെറ്റ് is a type of packet switching where each end of the conversation is divided into small packets and is reassembled later into a complete message. Packets are made up of a header and a payload. Header directs it to the destination and data in the payload is the actual data which is to be transferred. So ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു വോയിസ് കോൾ ഓവർ ദി ഇന്റർനെറ്റ് എന്ന് പറയാം. സോ ഫസ്റ്റ് ഓരോ എൻഡിലും കൺവെർസേഷൻ എന്താ, കോളിൻ്റെ കൺവെർസേഷന് ചെറിയ പാക്കറ്റിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് റിസീവ് ചെയ്യുന്നിടത്ത് റീഅസംബിൾ ചെയ്യും ഇൻ ടു എ കംപ്ലീറ്റ് മെസ്സേജ്. പിന്നെ പാക്കറ്റ്സ് മേഡപ്പ് ഓഫ് ഹെഡർ ആൻഡ് എ പേലോഡ്. ഹെഡർ എന്താക്കും, പാക്കറ്റ്സിന് ഡെസ്റ്റിനേഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യും. പിന്നെ പേലോഡിലെ ഡേറ്റയാണ് ആക്ച്വൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. ഇനി ടൈപ്സ് ഓഫ് പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്ക്. പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്ക് രണ്ട് ടൈപ്പാണ്, ഡേറ്റാഗ്രാം പാക്കറ്റ് സ്വിച്ചിങ്ങും വെർച്വൽ സർക്യൂട്ട് പാക്കറ്റ് സ്വിച്ചിങ്ങും. പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്കിനെ പറ്റി നോക്കാം. അപ്പോൾ പാക്കറ്റ് സ്വിച്ചിങ് രണ്ട് ടൈപ്പ്, ഡേറ്റാഗ്രാം അപ്രോച്ചും വെർച്വൽ സർക്യൂട്ട് അപ്രോച്ചും. വെർച്വൽ സർക്യൂട്ട് അപ്രോച്ച് രണ്ട് ടൈപ്പ് ഉണ്ട്, സ്വിച്ച്ഡ് വെർച്വൽ സർക്യൂട്ടും പെർമനന്റ് വെർച്വൽ സർക്യൂട്ടും. ഇനി വെർച്വൽ സർക്യൂട്ട് സ്വിച്ചിങ്. It is a network where a virtual connection is established between source and the destination. Through this network, packets will be transferred during any call. The path established between 2 points appears as a dedicated physical circuit. Therefore, it is called a virtual circuit. It is a type of packet switching. Virtual circuit switching അല്ലെങ്കിൽ virtual connection എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആണ്. പിന്നെ ഈ നെറ്റ്വർക്കിലൂടെ എന്താ, നേരത്തെ പാക്കറ്റ് സ്വിച്ചിങ് പോലെ തന്നെ പാക്കറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഡ്യൂറിങ് എനി കോൾ. ദ പാത്ത് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നുവെച്ചാൽ സോഴ്സും ഡെസ്റ്റിനേഷനും ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ സർക്യൂട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ വെർച്വൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. It is a connection-oriented service where the first packet goes and reserves the resources for the subsequent packets. Connection-oriented service എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു പാക്കറ്റ് പോകും, റിസീവ് ചെയ്തെടുത്ത് അടുത്ത് വരുന്ന പാക്കറ്റ്സിന് വേണ്ടി റിസോഴ്സസ് റിസർവ് ചെയ്യും. അതിനാണ് കണക്ഷൻ ഓറിയന്റഡ് സർവീസ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് X.25 ആൻഡ് ഫ്രെയിം റിലേ. ഇനി ഇതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. വെർച്വൽ സർക്യൂട്ട് കണക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഒരു നെറ്റ്വർക്കിൽ നിന്ന് കോൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നു, മറ്റൊരു നെറ്റ്വർക്കിൽ നിന്ന് കോൾ ഇൻകമിങ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് നെറ്റ്വർക്കിൽ കോൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ അത് ഉറപ്പായാൽ ഫസ്റ്റ് നെറ്റ്വർക്കിൽ നിന്ന് ഡേറ്റ ഫ്ലോ കണക്റ്റഡ് എന്ന് ഉറപ്പിച്ചാൽ ഡേറ്റ ഫ്ലോ ബിഗിൻ ചെയ്യുന്നു. സെക്കൻഡ് നെറ്റ്വർക്ക് ഡാറ്റ റിസീവ് ചെയ്യുന്നു. ഇതാണ് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. ഇനി ഡേറ്റ ഫ്ലോ ഡയഗ്രാം, നമുക്ക് അതിൻ്റെ ഇത് നോക്കാം, സ്റ്റെപ്സ് നോക്കാം. സ്റ്റെപ്പ് 1, സെൻഡർ എ എസ്റ്റാബ്ലിഷ് കോൾ റിക്വസ്റ്റ് കണക്ഷൻ ടു കണക്ട് വിത്ത് ദ റിസീവർ. സെൻഡർ എ റിസീവർ ബിയിലേക്ക് ഒരു കോൾ റിക്വസ്റ്റ് അയക്കുന്നു. സ്റ്റെപ്പ് 2, റിസീവർ ബി എസ്റ്റാബ്ലിഷ് എ കോൾ അക്സെപ്റ്റിംഗ് കണക്ഷൻ ടു കണക്ട് വിത്ത് റിസീവർ. റിസീവർ ബി കോൾ അക്സെപ്റ്റ് ചെയ്യുന്നു, കണക്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു. സ്റ്റെപ്പ് 3ൽ ഡേറ്റ വിൽ ബി ട്രാൻസ്ഫേർഡ് വെനെവർ ദ റൗട്ടർ ഇസ് എസ്റ്റാബ്ലിഷ്ഡ്. സ്റ്റെപ്പ് 3ൽ ഡേറ്റ
റൗട്ടർ എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നു. സ്റ്റെപ്പ് 4 നോഡ് 1 ആൻഡ് നോഡ് 2 ആർ ഇന്റർമീഡിയറ്റ് നോഡ്സ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. ദ ഡേറ്റ വിൽ ബി ട്രാൻസ്ഫർഡ് ബൈ കണക്ടിങ് ടു നോഡ്സ് വെർച്വലി. ഇതില് നോഡ് 1 ആൻഡ് നോഡ് 2 ഇന്റർമീഡിയറ്റ് നോഡ്സ് ആണ്. അവർ വെർച്വലി കണക്റ്റഡ് ആയാൽ മാത്രമാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 5 ആഫ്റ്റർ ട്രാൻസ്മിറ്റിംഗ് ദ ഡേറ്റ ആൻഡ് ECK അല്ലെങ്കിൽ അക്നോളജ്മെന്റ് വിൽ ബി സെൻഡ് ബൈ ദ റിസീവർ ബൈ സേയിങ് എ മെസ്സേജ് ഈസ് റിസീവ്ഡ്. ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ECK റിസീവർ ബി ECK സെൻഡർ എക്ക് വേണ്ടി എയിൽ അയച്ചു കൊടുക്കും, അക്നോളജ്മെന്റ് അയച്ചു കൊടുക്കും. എന്താണ് അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അല്ല ഡേറ്റ ട്രാൻസ്ഫർ നടന്ന് എന്നൊരു അക്നോളജ്മെന്റ് സെൻഡറേക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ സ്റ്റെപ്പ് 6 എന്താ, ക്ലിയർ സിഗ്നൽ വിൽ ബി സെൻഡ് ഇഫ് ദ യൂസർ വാണ്ട്സ് ടു ടെർമിനേറ്റ് കണക്ഷൻ. ഇനി സെൻഡറേക്ക് കണക്ഷൻ ട്രാൻസ്ഫർ ചെയ്യണോ എന്നുള്ളൊരു ക്ലിയർ സിഗ്നൽ സെൻഡ് ചെയ്ത് കൊടുക്കും. ഇനി advantage of virtual circuit switching. The advantage of virtual circuit are as follows. First, packets are delivered in the same order as they all follow the same route between the source and the destination. So ഇതിലെന്ന് വെച്ചാൽ ഒരു പാത്താണുള്ളൂ സോഴ്സും ഡെസ്റ്റിനേഷനും ബിറ്റ്വീൻ, അതുകൊണ്ട് പാക്കറ്റ്സ് എല്ലാവരും ഒരു ഓർഡറിലായിരിക്കും ഡെലിവർ ചെയ്യാം. The overhead is smaller as full address is not required on each packet as they all follow the same established path. Overhead smaller ആയിരിക്കും because full addressന്റെ ആവശ്യമില്ല, because each packet ഒരു റൗട്ടിലായിരിക്കും പോകുന്നത്. The connection is more reliable as it is one-to-one connection. One-to-one connection ആയതുകൊണ്ട് ഈ കണക്ഷൻ കുറച്ചുകൂടി റിലയബിൾ ആയിരിക്കും മറ്റേ കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ലെസ് ചാൻസസ് ഓഫ് ഡേറ്റ ലോസിന് ചാൻസ് കുറവാണ് ബിക്കോസ് വൺ കണക്ഷൻ ആയതുകൊണ്ട്. അതുമല്ല എല്ലാവരും ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും ഡെലിവറി ചെയ്യുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് ഓഫ് വെർച്വൽ സർക്യൂട്ട് സ്വിച്ചിങ്. ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെർച്വൽ സർക്യൂട്ട്, re-establishment of the network is difficult as if there is any failure. All calls needs to be re-established. എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അഥവാ എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടെങ്കിൽ എല്ലാ കോളും ഒന്നും കൂടി റീഎസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. പിന്നെ അടുത്തത്, ദ സ്വിച്ചിങ് equipment needs to be more powerful since each switch needs to store all calls that are passing through it and to allocate capacity for any traffic that each call could generate. സ്വിച്ചിങ് എക്വിപ്മെന്റ് നല്ല കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കണം. എന്തിനാന്ന് വെച്ചാൽ ഓരോ സ്വിച്ചിനും അതിന്റെ പാസിംഗ് കോൾസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനും വേണം, അതുപോലെ കപ്പാസിറ്റിയും വേണം, അഥവാ ഓരോ കോളിന്റെയും ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി സ്വിച്ച്ഡ് വെർച്വൽ സർക്യൂട്ട് വെർച്വൽ കണക്ഷന്റെ ഒരു ടൈപ്പാണ്. SVC stands for switched virtual circuit, and it's a packet switching method that refers to the setting up of a temporary circuit or path for purpose of data transmission in a frame relay network environment. ഇതൊരു ടെമ്പററി സർക്യൂട്ട് ആണ്. പേർപ്പസ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഒരു ടെമ്പററി സർക്യൂട്ട് ഉണ്ടാക്കുന്നതാണ് SVC എന്ന് പറയുന്നത്. SVC may access numerous disparate circuit resources to enable the transmission of data, and SVC is only maintained for the duration of data session. ആ ഒരു ഡേറ്റ സെഷന് വേണ്ടി മാത്രം ഒരു ടെമ്പററി ആയിട്ടാണ് കണക്ഷൻ ഉള്ളത്. After that point, it is no longer utilized. ആ ഡേറ്റ സെഷൻ കഴിഞ്ഞതും അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. In terms of appearance, SVCs appears to users as a single physical circuit. ഒരു single physical circuit ആണ്. However, they are a shared pool of circuit resources used to support multiple users as they require the connections. Additionally, these circuits are only available to the user. അഥവാ ആണെങ്കിൽ അവർ പൂൾ ഓഫ് സർക്യൂട്ട് റിസോഴ്സസ് ഷെയർ ചെയ്യും, എന്താ വെച്ചാൽ സപ്പോർട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സ്. അഡീഷണലി എല്ലാ സർക്യൂട്ടും അവൈലബിൾ യൂസറിന് മാത്രമേ. ഇതൊരു സിംഗിൾ ഫിസിക്കൽ സർക്യൂട്ടാണ്. ഇനി അടുത്ത ഇതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഗുഡ് വർക്കിംഗ് എക്സാമ്പിൾ ഓഫ് ബേസിക് SVCൻ്റെ ഒരു
എക്സാമ്പിൾ എന്ന് പറയുന്നത് ടെലിഫോൺ കോളാണ്. ടെലിഫോൺ ലിങ്ക് ഈസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് കോൾ വിളിക്കുന്നു, ടെലിഫോൺ ലിങ്ക് ക്രിയേറ്റ് ആവുന്നു. പിന്നെ അത് കോൾ ബിഗിൻ ചെയ്യുമ്പോൾ അത് എസ്റ്റാബ്ലിഷ് ആവുന്നു. വെൻ ദ കോൾ എൻഡ്സ് ദ ലിങ്ക് വാനിഷസ്. ആ ഒരു ലിങ്ക് പോയി നഷ്ടപ്പെടുന്നു. ആ കോള് എൻഡ് ചെയ്യുമ്പോൾ ആ ലിങ്ക് നഷ്ടപ്പെടുന്നു. അതൊരു ടെമ്പററി കണക്ഷൻ ആയതുകൊണ്ട് കോള് കഴിഞ്ഞതും ലിങ്ക് നഷ്ടപ്പെടുന്നു. സോ ദ ലിങ്ക് ഓർ SVC യൂസസ് എ ടെമ്പററി കണക്ഷൻ ടു കൺവേ ദ ഇൻഫർമേഷൻ. അത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു SVC ഒരു ടെമ്പററി കണക്ഷൻ ആണ്. Then when the information is completely conveyed, the connection, the SVC disappears. ആ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ നടന്നതും ആ കണക്ഷൻ പോകുന്നു. ഇനി അടുത്തത് അഡ്വാൻറ്റേജ് ഓഫ് സ്വിച്ച്ഡ് വെർച്വൽ സർക്യൂട്ട്. All packets take the same route and are therefore delivered in order. ഒരു വെർച്വൽ സർക്യൂട്ടിന്റെ അഡ്വാൻറ്റേജ് പോലെ തന്നെ ഇതിലും അതൊരു അഡ്വാൻറ്റേജ് ആണ്. എല്ലാ പാക്കറ്റും ഒരു റൂട്ട്, സെയിം റൂട്ട്, അതുകൊണ്ട് ഓർഡറിലായിരിക്കും ഡെലിവർ ആവുന്നത്. The overhead in each packet is smaller since packets don't have to contain the full address. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർഹെഡിൽ ഫുൾ അഡ്രസ് വേണ്ട, ഓരോ പാക്കറ്റും അതിനായ ഡെസ്റ്റിനേഷൻ അറിയാം. വൺ ടൈപ്പ് കണക്ഷൻ ആയിരിക്കും. The connection is more reliable. Network resources are distributed at call setup so that even during congestion, provided call has been set up, the packets will to get through. Connection കുറച്ചും കൂടി reliable ആയിരിക്കും. പിന്നെ ഈസിയർ ബില്ലിംഗ് സിൻസ് റെക്കോർഡ്സ് ആർ ജനറേറ്റഡ് പെർ കോൾ ആൻഡ് നോട്ട് പെർ പാക്കറ്റ്. ഓരോ പാക്കറ്റിനായിട്ടുള്ള ബില്ലിംഗ് എന്ന് പറയുന്നത് ഓരോ കോളിന് വേണ്ടിയിട്ട്, പെർ കോൾ. ഇനി അടുത്ത് നമുക്ക് പെർമനന്റ് വെർച്വൽ സർക്യൂട്ട് PVC എന്ന് പറയും. A permanent virtual circuit is connection that is permanently established between two or more nodes in frame relay and asynchronous transfer mode ATM based networks. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു SVC ഒരു സിംഗിൾ വെർച്വൽ കണക്ഷൻ ആണ്. പക്ഷേ പെർമനന്റ് വെർച്വൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ടു ഓർ മോർ നോഡ്സ് ഉണ്ടായിരിക്കും ഫ്രെയിം റിലേയിലും. അതുപോലെ തന്നെ അസിൻക്രസ് ട്രാൻസ്ഫർ മോഡ് ATM ബേസ്ഡ് നെറ്റ്വർക്ക്സ് ആയിരിക്കും. It enables the creation of a logical connection on top of a physical connection between the nodes that communicate frequently or continuously. ഇതൊക്കെ എന്ന് വെച്ചാൽ പെർമനന്റ് കണക്ഷൻ ആയിരിക്കും എന്നാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫോൺ കോള് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോൺ കോള് കഴിഞ്ഞാൽ അതിന്റെ കണക്ഷൻ നഷ്ടപ്പെടും. പക്ഷെ ഇത് അങ്ങനെയല്ല, ആ കണക്ഷനും അങ്ങനെ തന്നെ നിൽക്കും. ബിക്കോസ് ഇറ്റ് എനേബിൾസ് ദ ക്രിയേഷൻ ഓഫ് ലോജിക്കൽ കണക്ഷൻ ഓൺ ടോപ്പ് ഓഫ് ഫിസിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ അവർ കമ്മ്യൂണിക്കേറ്റ്. അവർ ആ കണക്ഷനിലൂടെ ഫ്രീക്വന്റ്ലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. The switches of a permanent virtual circuit are set up and configured by the telco or carrier to provide a permanent point-to-point connection between the two nodes. The switches, PVCന്റെ switches സെറ്റപ്പും കോൺഫിഗറും ചെയ്യുന്നത് ടെലികോ അല്ലെ കറിയർ ഒരു പെർമനന്റ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ബിറ്റ്വീൻ ദ ടു നോഡ്സ് ചെയ്യുന്നത് ടെലികോ അല്ലെ കറിയേഴ്സ് ആയിരിക്കും. These circuits are called permanent because the telco dedicates the specific resources or switches to your company. നമ്മളൊരു എക്സാമ്പിൾ പറയാം. They can't be used by anyone else as long as you lease the service. നമ്മളൊരു കമ്പനിക്ക് വേണ്ടി ഒരു കണക്ഷൻ എടുത്താൽ അത് വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് മാത്രമേ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അതാണ് പെർമനന്റ്. The switches are called virtual because the customer does not have a physical wire connecting two networks but rather a logical connection between switches configured by the telco's management software. ഈ സ്വിച്ചസിന് നമ്മൾ വെർച്വൽ എന്ന് പറയുന്നത് കസ്റ്റമറിന് ഒരു ഫിസിക്കൽ വയർ കസ്റ്റമറിന് ഒരു ഫിസിക്കൽ കണക്ഷൻ ഇല്ല. ഈ രണ്ട് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ വയർ ഒന്നുമില്ല. പക്ഷെ ഒരു ലോജിക്കൽ കണക്ഷൻ ഉണ്ട്. അത് കോൺഫിഗർ ചെയ്യുന്നത് ടെൽകോസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആയിരിക്കും. In fact, the customer does not even need to know how the circuit is set. കസ്റ്റമറിന് ആ സർക്യൂട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്ന അറിയേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇനി PVC offer guaranteed bandwidth and extremely low establishing a connection. Also, because this switching pathway is permanent, the quality of the connection does not vary with time. The result is more reliable service than switched virtual circuits SVCs. However, PVC are more expensive than SVCs because telco resources are dedicated to the customer and cannot be used for other purposes.
PVC മെയിൻലി ഉപയോഗിക്കുന്നത് വൺ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതിന് വേറെ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാനോ ഒന്നിനും പറ്റൂല. ഒരു കണക്ഷൻ ഉണ്ടാക്കിയാൽ അതിനൊരു പ്രത്യേക പർപ്പസ് ഉണ്ടാകും. പിന്നെ ഗ്യാരണ്ടീഡ് ബാൻഡ്വിഡ്ത്ത് PVC ഓഫറിങ്, പിന്നെ സ്വിച്ചിങ് പാത്വേ പെർമനന്റ് ആണ്. ദ ക്വാളിറ്റി ഓഫ് കണക്ഷൻ ഡസ് നോട്ട് വേരി വിത്ത് ടൈം. പിന്നെ അടുത്തത് furthermore with the PVC you pay for the bandwidth whether or not you use it. With SVC the amount you pay depends on how much bandwidth you use. PVC എന്ന് പറയുന്നത് ബാൻഡ്വിഡ്ത്ത് നമ്മൾ പേ ചെയ്യുന്നു, പക്ഷെ അത് യൂസ് ചെയ്യുകയോ യൂസ് ചെയ്യാണ്ടിരിക്കുകയോ നിങ്ങൾ അത് പേ ചെയ്തുകൊണ്ടിരിക്കണം. SVC ആണെങ്കിലോ അത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പേ ചെയ്യണം. എത്ര ബാൻഡ്വിഡ്ത്ത് ഉപയോഗിച്ച് അതിനുവേണ്ടി നമ്മൾ പേ ചെയ്യണം. Any PVCs are the best for WAN links and that carry steady high volumes of network traffic. They are commonly used in leased lines for point-to-point WAN links between two networks. PVC WAN linksന് വേണ്ടി നല്ലൊരു ഇതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ steady high volumes of network traffic carry ചെയ്യും. They are commonly used in leased lines for point-to-point WAN links between two networks. Here the differences between PVC and SVC. PVC is a permanent virtual circuit and the connection between the end point and the network is made permanently. PVC എന്ന പേരിൽ തന്നെ നമുക്കത് പറയാം, connection between the end point and network permanent ആയിരിക്കും. SVC is a switched virtual circuit where the connection is not permanent. SVC എന്തായിരിക്കും, അതൊരു ടെമ്പററി കണക്ഷൻ ആണ്, സോ കണക്ഷൻ പെർമനന്റ് അല്ല. The connection between the equipment and the network for PVC is made when the equipment is switched on. The connection between the equipment and the network for PVC. Okay, PVCയും equipmentഉം തമ്മിലുള്ള കണക്ഷൻ and the network. Okay, നെറ്റ്വർക്കും എക്വിപ്മെന്റിലുള്ള കണക്ഷന് എക്വിപ്മെന്റ് ഓൺ ആവുന്ന സമയത്താണ് കണക്ഷൻ വർക്ക് ചെയ്യുക. The connection between of the endpoint is made on the user demand. യൂസറിനനുസരിച്ചാണ് SVCയിൽ ആ കണക്ഷൻ ഓൺ ആവുക. ഓക്കെ, the circuit values are inputted manually by the end user in PVC. The values are fed by endpoint signaling in SVC. ഇതിൽ സർക്യൂട്ട് വാല്യൂസ് നമ്മൾ മാനുവലി ആണ്, എൻഡ് യൂസർ ആണ് PVCയിലിടുക. മറ്റേത് വാല്യൂസ് ആർ ഫെഡ് ബൈ endpoint signaling SVC. In PVC, endpoint signaling is not present. Endpoint signaling is used for SVC circuit. നേരത്തെ പറഞ്ഞ പോലെ PVCയിൽ endpoint signaling ഇല്ല, endpoint signaling SVC ആണ് ഉപയോഗിക്കുന്നത്. PVC circuit does not disappear after the operation is completed. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PVCയിൽ ആ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ സെഷൻ കഴിഞ്ഞാൽ ആ ലിങ്ക് പോകുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടാകും. SVC സർക്യൂട്ടിലാണെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അത് പോയി പോകും. എന്താണെന്ന് വെച്ചാൽ അതൊരു ടെമ്പററി കണക്ഷൻ ആണ്. താങ്ക് യു.